വെൽക്കം ടു ഹോളിസ്റ്റിക് റേസ്. ഹോളിസ്റ്റിക് റേസ് പറഞ്ഞാൽ എൻ്റെ ഒരു ബ്രാൻഡാണ് കേട്ടോ. ഇവിടെ നമ്മൾ ടെക്നിക്കൽ പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ബേസ്ഡ് പ്രോബ്ലം സോൾവിങ്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു കോണ്ടന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ദ ഫസ്റ്റ് കോണ്ടന്റ് ആക്ച്വലി എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം വിത്തൗട്ട് കോഡിംഗ് നോളജ് ഇൻ 2 minutes. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അപ്ഗ്രേഡ് ഡിവൈസ് ആണ്. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഡിവൈസ് എന്തോ ആവാം. മൊബൈൽ ഫോൺ ആവാം, ടാബ്ലറ്റ്സ് ആവാം, കമ്പ്യൂട്ടർ ആവാം, ലാപ്ടോപ്സ്, ഡെസ്ക്ടോപ്സ് ആവാം, മാക്ബുക്സ് ആവാം, എന്തോ ആവാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് Xiaomi MIയുടെ പാഡ് 7 Pro ആണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായി തോന്നിയത് പാഡ് 7 ആണ്. അതിനകത്ത് മാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, സിസ്റ്റം വേറെ ഉണ്ട്. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. കാരണം നോർമൽ പീപ്പിൾസിന് ടാബ്ലറ്റ്സ് കൊണ്ട് അവർക്ക് വെബ്സൈറ്റ് സെല്ല് ചെയ്ത് എങ്ങനെ പൈസ ഏൺ ചെയ്യാമെന്നാണ് നമുക്ക് നോക്കുന്നത്, വിത്ത് നോ കോഡിങ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ നോർമലി ഇതിന് മുന്നേ ഒക്കെ പീപ്പിൾസ് എങ്ങനെയാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ. അവർക്ക് ബേസ്ഡ് അല്ലാതെ HTML അങ്ങനത്തെ കോഡിങ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് നോർമലി ക്രിയേറ്റ് ചെയ്യാറ്. അപ്പോൾ എന്താണ് ഒരു വെബ്സൈറ്റ്? വെബ്സൈറ്റ് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ്, ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് മാർക്കറ്റിംഗ് സർവീസ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ബുക്ക്. നമ്മളൊരു ബുക്ക് തുറക്കുമ്പോൾ നമുക്കൊരു കവർ പേജ് ഉണ്ടാവും, അതിൽ വേറെ അഡീഷണൽ ചാപ്റ്റേഴ്സ് പേജ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ എൻഡിങ് സെക്ഷനിൽ ഓതേഴ്സിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആ ബുക്സിനെ നമ്മൾ എന്ത് ചെയ്യാം, വെബിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മൾ ഒരു ഇൻ്റർനെറ്റ് തുറക്കുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബുക്ക് ഓപ്പൺ ചെയ്യുന്നു. അതാണ് വെബ്സൈറ്റ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ പേജുകളുള്ള ഒരു ലിങ്കിനെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഒരു പേജാണെന്നുണ്ടെങ്കിൽ ബ്ലോഗ് എന്നാണ് പറയാം, അല്ലെങ്കിൽ ലാൻഡിംഗ് പേജ് എന്നൊക്കെ പറയും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പേജ് എടുക്കണം, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ വേറെ കാര്യങ്ങളുണ്ടാവില്ല, ഈ കോണ്ടാക്ട്സ് കാര്യങ്ങൾ, അങ്ങനത്തെ ഗാലറീസ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരൊറ്റ പേജ് സ്ക്രോൾ ചെയ്ത് നമുക്ക് എത്ര വേണമെങ്കിലും പോവാം. അതിൻ്റെ ഒരു ഒറ്റ പേജിൽ തന്നെ നമ്മളെല്ലാ കോണ്ടൻറ്റും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. നമുക്കിപ്പോൾ ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത് നിൽക്കുന്നത് മൊത്തം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി, ഒരു ചാനൽ തുടങ്ങിയാലോ നമ്മൾ പീപ്പിൾസിനൊക്കെ. അതായത് എൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറേ സ്റ്റുഡൻസുകളുണ്ട്, അവർക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഇതിലോട്ട് എൻ്റർ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ടെക്നിക്കൽ ഫീൽഡിലോട്ട് എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. ഞാൻ 2 കോളേജിൽ ക്യാമ്പസിലൊക്കെ പോയി, പിന്നെ അഡീഷണൽ കോഴ്സൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ട്, BCA അങ്ങനത്തെ കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള നോളജൊക്കെ ഞാൻ ഏൺ ചെയ്തത് ത്രൂ ഇൻ്റർനെറ്റ് വഴിയാണ്. ഓക്കെ, അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് 2 മിനിറ്റ് കൊണ്ട് ഒരു സൈറ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒരു റെവല്യൂഷൻസ് ആണ്. ഒരു AI റെവല്യൂഷൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ എൻ്റെ ബ്രാൻഡിൻ്റെ പേരാണ് ഹോളിസ്റ്റിക് റേസ്. ഹോളിസ്റ്റിക് റേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വിശുദ്ധ പ്രാന്തുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഹോളി എന്ന് പറഞ്ഞാൽ വിശുദ്ധം, ക്രേസസ് എന്ന് പറഞ്ഞാൽ പ്രാന്തുകൾ. അപ്പോൾ എനിക്ക് കുറച്ച് പ്രാന്തുകളുണ്ട്, എനിക്ക് കുറച്ച് ക്രേസസുകളുണ്ട്. അതിലൊന്നാണ് ഈ ടെക്നിക്കൽ പരമായിട്ടുള്ള ക്രേസസുകൾ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും, ന്യൂ കോണ്ടൻറ്റ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെ ഹാക്ക് ചെയ്യാം, എങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കാം, എങ്ങനെ വൈറസ് ഉണ്ടാക്കാം, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യും. അപ്പോൾ ഇതും എല്ലാവർക്കും പറ്റും. ഇപ്പോൾ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പിന്നെ വേറൊരു ക്ലയൻസിന് നമുക്ക് സെല് ചെയ്യാം. അതല്ലാതെ തന്നെ സെല് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് വേറെ ഉണ്ട്, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാം. അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റിംഗ് ഒക്കെ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യാം, അതിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാം. ഇപ്പം നോർമലി ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് മന്തിൽ ഏൺ ചെയ്തത് ഏകദേശം 30 to 40K ആണ്. ഓക്കെ, ആസ് എ ഫ്രീലാൻസർ. ഞാൻ ഒരു ഫ്രീലാൻസർ വർക്കും കൂടിയാണ് കേട്ടോ. എനിക്കൊരു ബോസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യാറ്. കൂടുതലായിട്ട് Fiverr, Upwork എന്നുള്ള പ്ലാറ്റ്ഫോമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ക്ലയൻസിനെ തപ്പി പിടിക്കും. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തതിൻ്റെ ശേഷം കുറച്ചും കൂടി സിമ്പിളാണ് കാര്യങ്ങൾ.
ഒരു ക്ലയൻറ്റിൽ നമുക്ക് എങ്ങനെ കിട്ടണം എന്നൊക്കെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവരെനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അബോധ ഗ്രൂപ്പ് എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്, ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര്. അതിൽ നിങ്ങൾക്കും ചെയ്യാം. 4000 രൂപ 5000 രൂപയൊക്കെ ഉള്ളൂ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കാൻ. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയി പഠിക്കാം. ഇന്നത്തെ കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. എങ്ങനെ ഒരു വെബ്സൈറ്റ് 2 മിനിറ്റിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതായത് നമുക്ക് ആദ്യം വേണ്ടി നമുക്കൊരു ബ്രൗസറും പിന്നെ നമുക്കൊരു AI പ്ലാറ്റ്ഫോമാണ് വേണ്ടി. അല്ലാതെ AI വെച്ചിട്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ 2 മിനിറ്റും കൊണ്ടൊന്നും കോഡ് ചെയ്ത് തീരില്ല. കാരണം നോർമലി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 1 to 2 month ഡ്യൂറേഷൻസ് വേണം. ഒരു പ്രീമിയം വെബ്സൈറ്റ്, നോർമൽ പേജൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഒരു പ്രീമിയം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 1 to 2 months വേണം. ആ വെബ്സൈറ്റ്സിനെ നമ്മളൊരു 4 hours 2 hours റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ അതൊരു വലിയൊരു സംഭവമല്ലേ. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യം എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ, ഞാൻ പറഞ്ഞ കാര്യം ഞാൻ യൂസ് ചെയ്യുന്നത് Xiaomiയുടെ Pad 7 Pro ആണ്. ഞാൻ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബ്രൗസറാണ്. ബ്രൗസർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ അവേഴ്സ് ടു ഇൻ്റർനെറ്റ്, ഒരു ഇൻ്റർമീഡിയറ്റ് സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന ബ്രൗസർ ഏതും ആയിക്കോട്ടെ, ലൈക്ക് ഗൂഗിൾ ക്രോം, ബ്രേവ്, ടോറൊന്നും എനിക്ക് ആൾക്കാർ യൂസ് ചെയ്യാറില്ല, നല്ലൊരു ടോറ്. പിന്നെ സഫാരി, ഇപ്പോൾ ആപ്പിൾ യൂസേഴ്സ് ഉണ്ടാവും, സഫാരി അങ്ങനത്തെ ബ്രൗസേഴ്സൊക്കെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോമാണ്. കാരണം കൂടുതൽ എക്സ്റ്റൻഷൻസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഗൂഗിൾ ക്രോമിലാണ്. നമുക്ക് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പർപ്പസൊക്കെ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം. മറ്റേത് മോശമാണെന്നല്ല, സഫാരിക്ക് അടിപൊളി ബ്രൗസറാണ്, നല്ല സെക്യൂരിറ്റി ബ്രൗസറാണ്. ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോമാണ്. അപ്പോൾ എൻ്റെ സ്ക്രീനൊക്കെ റെക്കോർഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നെറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. മെയിൻലി നിങ്ങൾക്കൊരു അത്യാവശ്യം സ്പീഡുള്ളൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഇതിനാവശ്യമാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന കേരള വിഷൻ്റെ വൈഫൈയാണ്, ബ്രോഡ്ബാൻഡ്. നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നത് എവിടെ ഇതേ. അപ്പോൾ ആ വൈഫൈയാണ് യൂസ് ചെയ്യുന്നത്. എനിക്കൊരു 100 GB അല്ലെങ്കിൽ ഒരു 50 MB/s ഒക്കെ സ്പീഡുണ്ട്. ആ സ്പീഡൊക്കെ മതി. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് lovable.ai എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. 1 സെക്കൻഡ്. ഓക്കെ, ഡോർ ക്ലോസ് ചെയ്തോ, വേറെ ഇൻട്രാക്ഷൻസ് ഒന്നും വരാൻ പാടില്ലല്ലോ. ഇപ്പോൾ lovable.ai എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. അതിൽ AI ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. നമ്മൾ കമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ബിൽഡ് ചെയ്ത് വരും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഇറ്റ്സ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് അവർ ടാസ്ക്. നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. നമ്മൾ ഇങ്ങനെ തന്നെ മാതിരത്തെ വെബ്സൈറ്റൊക്കെ വേണം, ഇതിൻ്റെ മോഡൽസ് ഇങ്ങനെയാണ്, ഇവിടെ സൈഡ് ബാർ വേണം, നാവിഗേഷൻ ബാറിൽ നാവിഗേഷൻ വേണം, മേലെ ഒരു പോപ്പപ്പ് വേണം, ഇവിടെ ഒരു ആനിമേഷൻ വേണം, ഇവിടെ ബട്ടൺ വേണം, ഇവിടെ ഒരു കോളം വേണം, ഇവിടെ ഒരു ഫോംസ് വേണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നൊരു എന്താ പറയുക, ഒരു നോട്ട്ബുക്കാണ് പിന്നെ പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മൾ കമാൻഡ് ചെയ്യുക. അതായത് ബാക്കിയുള്ള കോഡിങ്ങും കാര്യങ്ങളൊക്കെ AI ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് സെക്ഷനിൽ. ഓക്കെ, നിങ്ങൾക്ക് കാണാം അതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്ത് വരുന്നതെന്ന് കാണാം. ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ 2 കാര്യങ്ങളാണ്. ഒന്ന് ChatGPT, ഫെമിലിയർ ആയിരിക്കുമല്ലോ അല്ലേ, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. ഞാൻ അറിയാത്തവർക്കും പറഞ്ഞുതരാം. ChatGPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു AI അസിസ്റ്റൻ്റാണ്. നമുക്ക് എന്തിനെ കുറിച്ചിട്ടും, നമുക്ക് വേൾഡ് വൈഡിൽ എന്തിനെ കുറിച്ചിട്ടും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, ലൈക്ക് ബ്രൗസർ. ഓക്കെ, പക്ഷേ ഇവിടെ ഇമേജസും കാര്യങ്ങളൊന്നും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന മാതിരി ഇങ്ങനെ വരില്ല. ഇമേജസ് വേണമെന്ന് പറഞ്ഞാൽ തരും, അല്ലെങ്കിൽ വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ തരും. ഇവിടെ നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോളജാണ്. നമ്മൾ ആവശ്യപ്പെടുന്ന കോണ്ടന്റ്, അതിൻ്റെ ടൈറ്റിൽ, അതിൻ്റെ നീച്ചേഴ്സിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പിന്നെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരും. അത്രയേ ഉള്ളൂ, ഒരുപാട് കോംപ്ലിക്കേഷൻ വരുന്നില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ChatGPT ഫസ്റ്റ്. ഓക്കെ, ഞാൻ പോകുന്നുണ്ട്, ChatGPTയിലോട്ട് പോവാണ്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ പുതിയൊരു പ്രോംപ്റ്റ് ചെയ്താണ്. പ്രോംപ്റ്റ് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ. ശരിക്കും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ജോലി കളഞ്ഞൊരു സംഭവമാണ്. ഇപ്പോൾ 2, 3, 5 മാസം കൊണ്ടൊക്കെ എടുക്കുന്ന ടാസ്ക് പ്രോംപ്റ്റിങ് മര്യാദക്ക് ചെയ്യാൻ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒരു മണിക്കൂർ കൊണ്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരുപാട് പേര് ജോലി പോകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാലം, ഇന്നത്തെ റെവല്യൂഷൻസ് ഇതാണ്. അപ്പോൾ നമുക്ക്
നോക്കാം. അപ്പോൾ എന്താ നമുക്ക് ആദ്യം വേണ്ട നമുക്കൊരു വെബ്സൈറ്റ് വേണം. അപ്പോൾ ഞാനവിടെ പ്രോംപ്റ്റ് ചെയ്തതാണ് വെബ്സൈറ്റ് ഫോർ traveling purpose. The website should be good looking, and modern. എൻ്റെ കീബോർഡിൽ എന്നിന് കുറച്ച് ഇതുണ്ട്, അതാണ് ആ ഒരു ഡിലേ വരുന്നത്. സോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഗുഡ് ലുക്കിംഗ് ആൻഡ് സ്റ്റണ്ണിങ്. ഓക്കെ, ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഞാനൊരു AI പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ് ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്യാറ്. എല്ലാ കാര്യങ്ങളും ഞാനൊരു AI പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യാറ്. അതായത് എനിക്ക് ഞാനൊരു ബിഗിനറല്ല, ഒരു ഇൻ്റർമീഡിയറ്റും അല്ല, അതിൻ്റെയും ഇൻ്റർമീഡിയറ്റിൻ്റെയും ഒരു പ്രൊഫഷണലിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളാണ്. ഏകദേശം ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളിതൊന്നും കണ്ട് പേടിക്കണ്ട. ഇത് ഇപ്പം നിങ്ങൾക്ക് പറയാമല്ലോ അല്ലേ, പിന്നെ നെറ്റിനോട് പറയാം എനിക്കൊരു വെബ്സൈറ്റ് വേണം, ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഇതാണ്, ഇന്ന കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ഗോയിങ് ടു യൂസ് the lovable.ai. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് കമാൻഡ് ചെയ്യാണ്, ദിസ് വെബ്സൈറ്റ് contain all the facilities, all the features that have a premium website. ഓക്കെ, നമ്മൾ പറഞ്ഞ നമുക്കൊരു പ്രീമിയം വെബ്സൈറ്റ്സിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഈ വെബ്സൈറ്റിൽ വേണം. ഇൻക്ലൂഡ് നൈസ് ആനിമേഷൻസ് ആൻഡ് ഡിസൈൻസ്. ഇനി 2-3 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ആണെങ്കിൽ ChatGPT ഓൾറെഡി ക്ലിയർ ചെയ്യും കേട്ടോ. ഇതിൻ്റെ എന്ന് പറഞ്ഞ ലെറ്ററിന് കുറച്ച് ടൈം ഉണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. നൈസ് ആനിമേഷൻസ് ആൻഡ് എന്താണ് പ്രീമിയം വെബ്സൈറ്റിൻ്റെ നമ്മൾ ഫ്യൂച്ചറാണ് ഇൻക്ലൂഡ് നൈസ് ആനിമേഷൻസ് ആൻഡ് എന്താ വേണ്ടേ, നൈസ് ഡിസൈൻസ്. ഓക്കെ, ഇനി ഓക്കെ അത് അത്ര മതി. ഡിസൈൻസ് ഇതാണ് നമ്മളെ പ്രോംപ്റ്റ്. ഈ പ്രോംപ്റ്റിന് ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു വെബ്സൈറ്റ് വേണം, ട്രാവലിംഗ് പർപ്പസിനാണ് വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്, ഇതൊരു ഗുഡ് ലുക്കിംഗ് ആൻഡ് സ്റ്റണ്ണിങ് ആയിരിക്കണം. പിന്നെ ലവബിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ദിസ് വെബ്സൈറ്റ് കണ്ടെയ്ൻ ഓൾ ദ ഫീച്ചേഴ്സ് ഹാവ് എ പ്രീമിയം വെബ്സൈറ്റ്. ഓക്കെ, അത് പ്രീമിയം വെബ്സൈറ്റ്സിൻ്റെ ഉള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വെബ്സൈറ്റിൽ വേണം. പിന്നെ ഇൻക്ലൂഡ് നൈസ് ആനിമേഷൻസ് ആൻഡ് ഡിസൈൻസ്. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ചെറിയ എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എൻ്റെ ലെറ്ററിൻ്റെ ഒരു പ്രശ്നമാണ്. കീബോർഡ് ചേഞ്ച് ചെയ്യണം. ഞാൻ യൂസ് ചെയ്യുന്നൊക്കെ സ്പെക്സ് എന്ന് പറഞ്ഞാൽ വളരെ ബിഗിനർ ലെവൽ സ്പെക്സ് ആണ് കേട്ടോ. കാരണം ഞാനിത് ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്തതും കൂടിയാണ്. നോ പ്രോബ്ലം, ഇത് കാണാമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി. ഇനി എന്ത് ചെയ്യണം, നമ്മളിവിടെ ഓക്കെ കൊടുക്കുന്നു. ChatGPT നമുക്ക് അതിന് കംപ്ലീറ്റ് റെഫറൻസ് തരും. കണ്ടോ, എ ഗ്രേറ്റ് മിനിഹാൻസ് ഹിയർ ഈസ് എ ഹൈ കൺവേർട്ടിംഗ് വിഷ്വൽ സ്റ്റണ്ണിംഗ് വെബ്സൈറ്റ്സ് ഫ്രോം ലവബിലിറ്റി ദാറ്റ് വിൽ ഹെൽപ്പ് യു ഡിസൈൻ എ പ്രീമിയം ട്രാവൽ വെബ്സൈറ്റ് വിത്ത് ബ്യൂട്ടിഫുൾ ആനിമേഷൻ, മോഡേൺ UI ആൻഡ് SEO ഒപ്റ്റിമൈസ് സ്ട്രക്ചർ. ഈ SEO എന്ന് പറഞ്ഞ സെക്ഷന് ഇത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വരുന്ന സെക്ഷനാണ്. ഇത് കണ്ടുപിടിക്കണ്ട. ഇത് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ് പറയുക. അതായത് നമ്മളൊരു ലിങ്ക് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ദ ബെസ്റ്റ് ഹോട്ടൽസ് നിയർ മീ എന്ന് അടിക്കുമ്പോൾ അതിൽ ഏറ്റവും ഹൈ ലെവൽസ് വരുന്ന ലിങ്ക്സുകളില്ലേ, അതൊക്കെ SEO വരുന്ന ലിങ്ക്സാണ്. അതിപ്പോൾ നിങ്ങൾക്കൊരു പുതിയ വെബ്സൈറ്റ് ഉണ്ടാക്കി, ആ വെബ്സൈറ്റ് ഇപ്പോൾ കടലിൽ കായം കളിക്കാൻ മതിയോ അല്ലേ? ഓക്കെ,
അപ്പോൾ അത്രയും വെബ്സൈറ്റുകൾ ലോകത്തുണ്ട്. അപ്പോൾ ഇതിലേക്ക് പുതിയൊരു വെബ്സൈറ്റ് വരികയാണ്. ഈ വെബ്സൈറ്റ് നമ്മൾ റാങ്ക് ചെയ്ത് അതിനെ ടോപ്പ് ലെവലിലോട്ട് എത്തിക്കാം. ഇപ്പോൾ ഗൂഗിളിൽ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ട്രാവലിംഗ് വെബ്സൈറ്റ് വരുമ്പോൾ എനിക്ക് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ വെബ്സൈറ്റ് ടോപ്പ് ലെവലിലോട്ട് വരണം. അപ്പോൾ അങ്ങനെ വരുത്താൻ ചെയ്യുന്ന കുറച്ച് ടെക്നിക്സുകളുണ്ട്. അതിനാണ് ഈ SEO എന്ന് പറയുന്നത്. അതിൽ ടെക്നിക്കൽസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ SEOs ഉണ്ട്, മൊബൈൽ SEOs ഉണ്ട്, ഇ-കൊമേഴ്സ് SEOs ഉണ്ട്. അങ്ങനെ പിന്നെ ഇത്ര നോർമലി മൊബൈൽ SEOയും ടെക്നിക്കലും ഈ കൊമേഴ്സ് SEOs ഒക്കെ ഉള്ളൂ. അതായത് കൂടുതലായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് മൊബൈൽസ്. ഏതൊരു വെബ്സൈറ്റും നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത് മൊബൈലിലൂടെയാണല്ലോ അല്ലേ. അപ്പം മൊബൈലിൽ ഉള്ള സ്ക്രീനിൻ്റെ സൈസ് അല്ലായിരിക്കും ടാബിലുള്ള സ്ക്രീനിൻ്റെ സൈസ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൻ്റെ സ്ക്രീനിൻ്റെ സൈസ്. അപ്പോൾ ഒരു ലിങ്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഏത് ഡിവൈസിലാണോ അതിനനുസരിച്ച് സ്ക്രീൻ സൈസിൻ്റെ കാര്യങ്ങളും കോണ്ടൻറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരണം. ഇപ്പോൾ വൈഡ് ആംഗിളിലായിരിക്കും ഡെസ്ക്ടോപ്പിലുണ്ടാവുക ഇമേജസ് ഒക്കെ വേറെ. അത് നമ്മൾ ചുരുക്കിയിട്ട് മൊബൈലിൻ്റെ ആ ഒരു എൻവറോൺമെൻറ്റിന് പറ്റുന്ന കാര്യത്തിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് SEO എന്ന് പറയുന്ന സംഭവം. ഇനി ടെക്നിക്കൽ SEOs ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല ഹെഡിങ്സ് കൊടുക്കുക, അതിനനുസരിച്ച് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ വാരിവൽ ചെയ്താതെ കുറേ കാര്യങ്ങൾ ചെയ്യുക, നല്ല ഡിസൈൻസ് കൊടുക്കുക, സിമ്പിളായിരിക്കുക, ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഇതിനൊക്കെയാണ് ടെക്നിക്കൽ SEO സെക്ഷൻസ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് പറയാം. പിന്നെ എന്താ പറഞ്ഞാൽ സോ ഫോളോ ടെക്നിക്കൽ SEO മൊബൈൽ ഫസ്റ്റ് ഡിസൈൻസ് ആൻഡ് AI ഡ്രിവൺ ഫ്യൂച്ചേഴ്സ്. അതായത് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ മൊബൈലാണ്, ഡിവൈസ്. ഇനിയിപ്പോൾ ഒരു ക്ലയൻറ്റ് പറയുകയാണ് അവർക്ക് ടാബ്ലറ്റ്സിൽ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി പറഞ്ഞാൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ നോർമലി അങ്ങനത്തെ പ്രൊഫഷണൽസ് വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട്, അതായത് സെക്യൂരിറ്റി വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ മാത്രം വർക്ക് ചെയ്യുന്ന വെബ്സൈറ്റാണ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈ വെബ്സൈറ്റ് ഇതിന് വർക്ക് ചെയ്യില്ല, ഈ ഫീച്ചേഴ്സ് ഇതിന് വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ വെബ്സൈറ്റൊക്കെ ഒരു ഡിവൈസിന് മാത്രം ഉണ്ടാക്കിയ വെബ്സൈറ്റ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ പ്രോംപ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നിർത്തിയത് ഇതാണ് നമ്മളെ കംപ്ലീറ്റ്ലി പ്രോംപ്റ്റ്. ഈ പ്രോംപ്റ്റിൽ ഇപ്പോൾ വോയേജ് വിസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിം ChatGPT സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതെന്തിനാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്? ട്രാവൽ ലവേഴ്സിന്, എക്സ്പ്ലോറിന്, ഡിജിറ്റൽ നൗണ്ടിനൊക്കെയാണ് ബിൽഡ് ചെയ്തിരുന്നത്. ഗോൾസ് ഈസ് ഷോക്കേസ് ടോപ്പ് ലെവൽ ഡിസൈൻ. എന്തെന്ന് നിങ്ങൾ ജസ്റ്റ് വായിക്കേണ്ടത്, വായിച്ചു നോക്കുന്നത് നല്ലതാണ്, മൊത്തത്തിൽ വായിച്ചേക്കുന്നത്. ഇനി നമുക്ക് ആനിമേഷൻ സെക്ഷനിലേക്ക് നോക്കാം. ഇതിൽ നമുക്കൊരു ഫേഡിങ് സ്ക്രോൾ ഉണ്ട്. അതായത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ മേലോട്ട് താഴോട്ടും മൗസിൻ്റെ വീല് കേട്ടോ, മൗസിൻ്റെ വീല് മേലോട്ട് താഴോട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യണം, ചെറിയൊരു ആനിമേഷൻസ് വരണം. പിന്നെ പാരലാക്സ് ഓൺ ഹെഡർ ഇമേജസ്, സ്ലൈഡ് അപ്പ് എഫക്ട് ഫോർ ടെക്സ്റ്റ്, അങ്ങനെ ചെറിയ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ കാണാം. ടെക്സ്റ്റിൻ്റെ മേലിലൊക്കെ വരുമ്പോൾ ചെറിയ ആനിമേഷൻസ് ഒക്കെ വരും. പ്രൈമറി, സ്കൈ ബ്ലൂ, സെക്കൻഡറി, ഇതാണ് നമ്മളെ കളർ പാക്കേജസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈമറി ആയിട്ട് നമ്മൾ നോർമലി ആയിട്ട് സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞ സംഭവമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡറി പറഞ്ഞിട്ട് ഓറഞ്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വൈറ്റിലായിരിക്കും. പിന്നെ ഫോണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മോൺസ്റ്ററാറ്റ് എന്ന് പറഞ്ഞ ഫോണ്ടാണ്, ഓപ്പൺ സാൻസ് ബോഡി. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഫോണ്ട് സെക്ഷൻസിലൊക്കെ നമുക്ക് അറിയില്ലേ, ഒരു ഡിഫറെൻ്റ് ഒരു 10 ഇഷ്ടം പോലെ ഫോണ്ട്സുകളുണ്ട്. അപ്പോൾ അതിലൊരു ഫോണ്ടാണ് ഇത് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെ വരുന്നത് നോക്കാം. ഇപ്പോൾ മൊബൈൽ ഒപ്റ്റിമൈസേഷൻസ് ഉണ്ട്, ഫാസ്റ്റ് ലോഡിങ്, കംപ്രസ് ഇമേജ്. അതായത് മൊബൈലിൽ നമുക്ക് ഹൈ ക്വാളിറ്റി ഇമേജസ് കൊടുത്തു കഴിഞ്ഞാൽ, വലിയ HD ഉള്ള ഇമേജസ് കൊടുത്തു കഴിഞ്ഞാൽ സൈറ്റ് ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം. നോർമലി ഗൂഗിൾ അലോ ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ 3 seconds ആണ്. ഒരു സൈറ്റ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ അലോ ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ 3 seconds ആണ്. വി ഷുഡ് കൺസിഡർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഹൈ ക്വാളിറ്റി, ഇഫ് യു ആഡ് എ ഗുഡ് quality images to our website, this is very risky to load in the correct time. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഒരു സൈറ്റിൻ്റെ മൊബൈൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം. ഇപ്പോൾ മനസ്സിലായില്ലേ, SEO എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ അല്ലേ. പിന്നെ സ്റ്റിക്കി CTA ബട്ടൺ. CTA എന്ന് പറഞ്ഞാൽ കോൾ ടു ആക്ഷൻസ് ബട്ടണാണ്. അപ്പോൾ നമ്മൾ ബൈ നൗ, ഗോ ടു കാർട്ട്, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിക്കണം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനാണ് കോൾ ടു ആക്ഷൻസ് ബട്ടൺ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഫുൾ ഫോം എക്സ്പാൻഷനാണ്, CTAൻ്റെ എക്സ്പാൻഷനാണ് കോൾ ടു ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഫീച്ചേഴ്സിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഗ്ലാസ് മോർഫിസം, ന്യൂറോമോർഫിസം, ഡിസൈൻസ് ബ്ലെൻഡ്, ആനിമേഷൻസ്, ഐക്കൺസ്, ലോട്ടി ഫയൽസ് ആൻഡ് ട്രാൻസിഷൻസ്. അതായത് കുറേ ട്രാൻസിഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിലൊക്കെ കണ്ടില്ലേ, ഒരു രീതിക്ക് വേറെ രീതി, ഒരു പിക്ചറിൽ നിന്ന് വേറൊരു പിക്ചറിലോട്ട് പോകുമ്പോൾ അതിൻ്റെ
നടുക്കത്ത് ഒരു ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതിനാണ് ട്രാൻസിഷൻസ് പറയുന്നത്. പിന്നെ മൊബൈൽ ഫസ്റ്റ് റെസ്പോൺസീവ് ആണ്. ആദ്യം മൊബൈലിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഡാർക്ക് ആൻഡ് ലൈറ്റ് മോഡ് ഉണ്ട് ഈ വെബ്സൈറ്റിൽ. ഓൾറെഡി നമുക്ക് ഡാർക്ക് മോഡും ലൈറ്റ് മോഡും ആക്കാം. സ്റ്റിക്കി ആനിമേറ്റഡ് നാവ് ബാർ വിത്ത് ആക്റ്റീവ് സ്റ്റേറ്റ് ഹൈലൈറ്റ്സ്. അതായത് നമ്മുടെ സൈഡിൽ നാവ് ബാർ ഉണ്ടാവും. ഓക്കെ, നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന ഏത് പൊസിഷനിൽ എത്താൻ നമുക്ക് സ്റ്റൈലിൽ നാവ് ബാർ ഉണ്ടാവും. ടെസ്റ്റിമോണിയൽസ് ഉണ്ടാവും. ടെസ്റ്റിമോണിയൽസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ കസ്റ്റമർ റിവ്യൂസ് ആണ് ടെസ്റ്റിമോണിയൽസ്. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ എന്തൊരു പ്രൊഡക്റ്റിന് മേടിക്കാൻ നമ്മൾ ആദ്യം പോയിട്ട് റിവ്യൂ സെക്ഷനിൽ പോകും അല്ലേ, അല്ല അവിടെ ഫോട്ടോസ് ഉണ്ടോ നോക്കും, അതിനെക്കുറിച്ചുള്ള റിവ്യൂസ് ഉണ്ടോ നോക്കും. അതാണ് ടെസ്റ്റിമോണിയൽസ്. പിന്നെ ഇൻസ്റ്റഗ്രാം ഫീഡ് ഇൻറ്റഗ്രേഷൻ വിത്ത് ഡൈനാമിക് ഗാലറി. അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ സോഷ്യൽ മീഡിയ ഇൻറ്റഗ്രേഷൻസ് ഉണ്ട് ഈ സൈറ്റിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു നമ്മുടെ ട്രാവലിംഗ് വെബ്സൈറ്റിന് അതിന് കറസ്പോണ്ടൻസ് ആയിട്ടുള്ള ഒരു ബ്ലോഗ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു നിങ്ങൾ ആദ്യം തുടങ്ങിയത് ഒരു ഇൻസ്റ്റഗ്രാം പേജ് വഴിയാണെന്ന് നിൽക്കുക. അപ്പോൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയൻ്റെ ഇപ്പോൾ താഴത്തൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ FBൻ്റെ ഒക്കെ ഉണ്ടാവും, സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐക്കൺ ഉണ്ടാവും, ട്വിറ്ററിൻ്റെ ഐക്കൺ ഉണ്ടാവും, അങ്ങനത്തെ കുറേ, ഇപ്പോൾ ത്രെഡിൻ്റെ ഐക്കൺ ഉണ്ടാവും. അങ്ങനെ ഏത് ഐക്കൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാം. ടെക്നിക്കൽ SEO ഫ്രണ്ട്ലി, ഇപ്പോൾ ടാഗ്സ് ഉണ്ട്, പ്രോപ്പർ H1 to H2, ഞാൻ പറഞ്ഞ മാതിരി ഹെഡിങ്ങിൻ്റെ സെക്ഷൻസ് കാര്യങ്ങൾ, സ്കീമ മാർക്കപ്സ് എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ ഇങ്ങനെ നമ്മളെ ലേഔട്ട്സ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇതിലുള്ള പേജസ് ആണെന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൽ എത്ര പേജ് ഉണ്ട്? 6 പേജസ് ഇൻക്ലൂഡ് ചെയ്ത് തന്നിട്ടുണ്ട് ChatGPT. ഓക്കെ, പ്രിഫർ ചെയ്തിട്ടുണ്ട്. ഒന്ന് കോൺടാക്ട് പേജ് ഉണ്ട്, ഒന്ന് എബൌട്ട് പേജ് ഉണ്ട്, ഒന്ന് ബുക്കിംഗ് പേജ് ഉണ്ട്, ഒന്ന് ബ്ലോഗ് പേജ് ഉണ്ട്, ഒന്ന് ഡെസ്റ്റിനേഷൻ പേജ് ഉണ്ട്, ആൻഡ് ഹോം പേജ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കൊരു പ്രോംപ്റ്റ് ChatGPT തന്നിട്ടുള്ളത്. ഈ പ്രോംപ്റ്റ് നമ്മൾ എൻറ്റയർലി നമുക്കിത് ഇവിടെ കോപ്പി കോഡ് എന്ന് പറഞ്ഞ സംഭവത്തിൽ നോക്കി കഴിഞ്ഞാൽ ഈ ബട്ടണിൽ ഇതാണ് കോൾ ടു ആക്ഷൻസ്. ഓക്കെ, ഇവിടെ നമ്മൾ കോൾ ചെയ്ത് അപ്പോൾ ആക്ഷൻ എന്താണ് ഇവിടെ കോപ്പി ചെയ്യണം. ഇതിൽ നേരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഗൂഗിൾ ക്രോമിലോട്ട് പോവും. ക്രോമിലോട്ട് പോയിട്ട് എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്യാൻ മതി lovable.ai ടൈപ്പ് ചെയ്യും. ഇത് ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയൊരു വെബ്സൈറ്റ് ആണ്, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമുക്ക് ഡാഷ്ബോർഡിൽ പോയി എങ്ങനെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് എങ്ങനെ ഒരു വെബ്സൈറ്റ് ലവബിൾ തുറക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഇൻ്റർഫേസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ സൈൻ ഔട്ട് ചെയ്യാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, എൻ്റെ ഒരു വേറൊരു അക്കൗണ്ടിലോട്ട് പോവാണ്. ഇതിൽ ഞാൻ വയനാട് ലക്ഷറി സ്റ്റേസ് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ടിലോട്ട് പോവാണ്. അക്കൗണ്ടിലോട്ട് പോയി ഓക്കെ, ഇതാണ് നമ്മളെ ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് പ്രോംപ്റ്റ് എന്ത് ചെയ്യാണ്, ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ ChatGPT വഴി ക്രിയേറ്റ് ചെയ്ത കംപ്ലീറ്റ് പ്രോംപ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യാണ്. ഞാൻ ഇവിടെ റൺ ചെയ്യണം. ഓക്കെ, ഇതാണ് ബാക്ക് വിഷ്വൽസ്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് പ്രോംപ്റ്റ് എഴുതാം. ഈ സെക്ഷനിൽ നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാം. ഈ സെക്ഷനിൽ നമുക്ക് ലൈവ് റിവ്യൂസ് കാണാം, അതായത് പ്രിവ്യൂസ് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം നമ്മൾ ഒരു പ്രൊഫഷണൽ കോഡർ എങ്ങനെയാണോ ഒരു വെബ്സൈറ്റിന് കോഡ് ചെയ്യുക, അതേപോലെ അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ബാക്ക്ഗ്രൗണ്ടിൽ ലവബിൾ എന്ന് പറഞ്ഞ സംഭവം AI പ്ലാറ്റ്ഫോം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരികയാണ്, ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്തിട്ട് തരികയാണ്. ഇതിനാണ് AI ജനറേറ്റഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന സംഭവം. ഓക്കെ, കണ്ടോ, ഇതൊക്കെ നമ്മൾ കോഡ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ ഏകദേശം നല്ല ടൈമിങ് പിടിക്കും. ടൈമിങ് പിടിക്കുന്ന പറഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു പ്രൊഫഷണൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചേഞ്ചസ് വരുത്താൻ വേണ്ടി പറ്റും. ഇപ്പോൾ ബിഗിനേഴ്സിന് കുറച്ച് ടാസ്ക് ആയിരിക്കും. ഇതൊന്നുമില്ല ഇതിൽ. പിന്നെ ചെറിയ ചെറിയ അതായത് ബേസിക്സ്, എന്താ ഡാറ്റ ടൈപ്സ്, എന്താ ലൂപ്സ്, എന്താ പിന്നെ അതായത് കോഡിങ്ങിൻ്റെ കുറച്ച് ബേസിക്സുകളുണ്ട്. ഇവിടെ ഹെഡർ സെക്ഷനിൽ ഇതാണ് മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവം, പിന്നെ അതിൻ്റെ മെറ്റാ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മറ്റേ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നത്, അതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരു ഒരു വിവരണം, നമ്മൾ വെബ്സൈറ്റിൻ്റെ കംപ്ലീറ്റ് വിവരണം കൺവേർട്ടഡ് ടു എങ്ങോട്ട് മെഷീൻ ലെവൽ ലാംഗ്വേജിലൂടെ കൺവേർട്ട് ചെയ്യാം. അതായത് ഡീബഗിംഗ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഡീബഗിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഹൈ ലെവൽ കൺവേർട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് നമ്മളെ ഹ്യൂമൻ ലാംഗ്വേജ്. ആ ഹ്യൂമൻ ലാംഗ്വേജിനെ നമ്മൾ എന്ത് ചെയ്യും, മെഷീൻ ലെവൽ ലാംഗ്വേജിലൂടെ ഇവിടെ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ നമ്മളെ വെബ്സൈറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. ഇവിടെ ഇതിലിപ്പോൾ സെക്ഷൻസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതാക്കണ സോയ്സ്, ഇതൊരു സോയ്സ് ആണ്. ഇത് ടോസ്റ്റർ എന്ന് പറഞ്ഞുള്ള സോയ്സിന് വേണ്ടിയിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടാണ്. നാവ്ബാർ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ഫൂട്ടർ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻഡെക്സ്, ഡെസ്റ്റിനേഷൻ, ബ്ലോഗ്. ഇതാണ് നമ്മളെ പേജസ്. നമ്മൾ നേരത്തെ ഇവിടെ നമ്മൾ പറഞ്ഞ പേജസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. ഇവിടെ അതിന് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനാണ്. ഇതിന് കണ്ടീഷൻസ് എന്നാ പറയുക. ഈഫ് കണ്ടീഷൻസിൽ ഇപ്പോൾ ഈഫിൽ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ഈഫ് ഈസ് ഡാർക്ക്, ഓക്കെ, ഇത് വെബ്സൈറ്റ് ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഡാർക്ക് മോഡ് ആണെങ്കിൽ ഇന്ന കാര്യങ്ങളോട് വർക്ക് ചെയ്യണം. ഇനി നോട്ട് ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോർമൽ ബേസിൽ അത് ചെയ്യണം. എന്നിട്ട് അത് റിട്ടേൺ ചെയ്യുക. അതാണ് അവിടെ നോർമൽ ബേസിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഡാർക്ക് മോഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവ്ബാറാണ്. നാവ്ബാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിലുള്ള ബാറാണ്. അതിൽ പിന്നെ എന്തൊക്കെ വരണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഡാർക്കിനുണ്ട്, ഡാർക്ക് മോഡിന് വേറെ തന്നെ ഉണ്ട്, അല്ല സാധാരണ മോഡിന് വേറെ തന്നെ. ഈ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കണം. ഇപ്പോൾ റിമൂവ് ഇവൻറ്റിനുള്ള ലിസ്റ്റ് അത് നിങ്ങൾ അറിയണ്ട. ഓക്കെ, ഇതൊരു ബേസിക്സ് കോഡിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങൾ മനസ്സിലാവും. ഇതാണ് ഡാർക്ക് മോഡിൻ്റെയും ലൈറ്റ് മോഡിൻ്റെയും സിമ്പിൾസ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡാർക്ക് മോഡിൻ്റെയും ലൈറ്റ് മോഡിൻ്റെയും സിമ്പിൾസ്. ഓക്കെ, ഈ ഷീറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് നമ്മൾ ഓരോ ഡിവിഷൻ ആയിട്ടുള്ള ഇതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോഡിങ് അറിയുന്നവർക്ക് അതറിയാം, എങ്ങനെ ഒരു ഡിവിഷൻ ചെയ്ത് അവിടെ സ്പേസ് ഇട്ട് അതൊക്കെ എന്താണെന്നുള്ള സംഭവങ്ങളൊക്കെ കോഡിങ് അറിയുന്നവർക്ക് അറിയാം. ഇതാണ് ബട്ടൺസ്. ഇതിൽ കുറച്ച് ബട്ടൺസ് ഉണ്ട്. ഗോസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺസ് ഉണ്ട്, വേരിയൻ്റ് ഗോസ്റ്റാണ്. ഫേസ്ബുക്കിൻ്റെ ബട്ടൺസ് ഉണ്ട്, ഇൻസ്റ്റഗ്രാമിൻ്റെ ബട്ടൺസ് ഉണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻറ്റിഗ്രേഷനൊക്കെ ഇവിടെ ഈ സെക്ഷനിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നോക്കിയാൽ കാണാം, ഇത് ഫൂട്ടർ എന്ന് പറഞ്ഞ സെക്ഷനിലോട്ടാണ് വരുന്നത്. ഫൂട്ടർ എന്ന് പറഞ്ഞാൽ പേജിൻ്റെ ഏറ്റവും താഴത്ത്, ഹെഡർ എന്ന് പറഞ്ഞാൽ ടോപ്പിൽ. അപ്പോൾ ഇന്ന ക്ലാസ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഈ ക്ലാസ് നെയിംസിൻ്റെ ഇപ്പോൾ blog.txt.create എന്ന് പറഞ്ഞ സംഭവമല്ലേ, അതായത് ഈ ക്ലാസ് നെയിമിൻ്റെ ഉള്ളിലായിരിക്കും ഇവർ ഇതിൻ്റെ കുറിച്ചിട്ടുള്ള ഫുള്ള്, അത് ആക്ഷൻസ് മൊത്തം എഴുതി വെച്ചിട്ടുള്ള, കോഡ് എഴുതി വെച്ചിട്ടുള്ള ഈ ക്ലാസ്. അപ്പോൾ എല്ലാ ടൈമിലും നമുക്ക് ഇപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു പേജിലോട്ട് പോകണം, കോമൺലി അത് എവിടെയൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും കോഡ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനൊരു ക്ലാസ് നെയിം ഇട്ടാൽ മതി. ആ ക്ലാസ് നെയിമിൻ്റെ പിന്നെ ഇത് കോൾ ചെയ്യും, ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യും. അതായത് ആ ക്ലാസ് നെയിമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ടോ അത് ജസ്റ്റ് ആ നെയിം വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് മൊത്തം റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് കറക്റ്റ്. പിന്നെ HRF എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലിങ്ക് ഉണ്ടാവും, ടൈപ്പ് ഇമെയിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കോഡിങ്ങിൻ്റെ ഒരു ബേസിക്സ് പഠിക്കാം. എന്താണ് ഡാറ്റ ടൈപ്പ്, എന്താ ഡാറ്റ സ്ട്രക്ചേഴ്സ്, എന്താണ് ലൂപ്പ്, എന്താണ് കണ്ടീഷൻസ്, എന്താണ് ക്ലാസ്, എന്താണ് സ്ട്രക്ചർ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അത് ഓരോ ലാംഗ്വേജിനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആസ് എ പ്രോഗ്രാമർ I can suggest you Python. Python is the best platform to learn programming language. Okay, ഈസിയാണ് ഇപ്പോൾ പൈത്തണിൽ. ബാക്കിയുള്ള ഇവിടെയൊക്കെ എല്ലാ ഇതിൻ്റെ നടുക്കലൊക്കെ ഏതെങ്കിലും ഒരു കോഡ് മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ CSS അങ്ങനത്തെ CPP C ലാംഗ്വേജിലൊക്കെ നമ്മളെ ഇത് കോഡിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് എറർ കാണിക്കും. പൈത്തൺ എന്ന് പറഞ്ഞാൽ ലൈൻ ടു ലൈൻ ഇൻ്റർപ്രിറ്ററാണ്. അതായത് ഓരോ ലൈൻ ബേസ്ഡ് ആണ്. ഇപ്പോൾ താഴത്തെ ലൈൻ തെറ്റിയാൽ മുകളിലത്തെ ലൈൻ വർക്ക് ചെയ്യും. ഓക്കെ, ബാക്കിയുള്ള ലാംഗ്വേജിൽ അങ്ങനെ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സിമ്പിളായിരിക്കും. നമുക്ക് ഏകദേശം നമ്മൾ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തോന്നുന്നു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് കൺവേർട്ട് ആവും, ലൈവ് പ്രിവ്യൂയിലോട്ട് കൺവേർട്ട് ആവും. ഇത്രയും കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നു. എങ്ങനെ നമ്മളൊരു 2 ആഴ്ച കൊണ്ട് എഴുതേണ്ട കോഡ്, ഒരു
10-20 ദിവസം കൊണ്ട് എഴുതേണ്ട കോഡ് നമ്മൾ ഇപ്പോൾ എത്ര ടൈം ആയിട്ടുണ്ടാവും? ഏകദേശം ഒരു 2 മിനിറ്റ് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അരമണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതേ നമ്മുടെ പ്ലാറ്റ്ഫോം ഇതാ ഇവിടെ ആണ് നമ്മുടെ സൈഡ് ബാറിനെ, അതായത് ഈ ഒരു നമ്മളൊക്കെ ഇൻ്റർപ്രറ്റർ അവിടെ നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സംഭവങ്ങൾ. നോക്കിയേ എങ്ങനെയുണ്ട് നമ്മുടെ വെബ്സൈറ്റ്, അടിപൊളിയല്ലേ? എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വോയേജ് വിസ്റ്റ എന്നുള്ള പേര് ഇവിടെ വന്നിട്ടുണ്ട്, ഫ്യൂച്ചർ ഡെസ്റ്റിനേഷൻസ് വന്നിട്ടുണ്ട്, ലക്ഷറി വന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നമുക്കൊരു ഐഡിയ കിട്ടി. ഇതിന് നമ്മൾ UI എന്നാ പറയുക. ഓക്കെ, യൂസർ ഇൻ്റർഫേസ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻ്റർഫേസ് ഉണ്ട്. അതായത് ഒരു വെബ്സൈറ്റിന് 2 മുഖങ്ങളാണുള്ളത്. ഒന്ന് യൂസർ എക്സ്റ്റീരിയർ ആൻഡ് യൂസർ ഇൻറ്റീരിയർ. ഒന്നുമില്ല, ഇപ്പോൾ ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് എന്നൊക്കെ പറയും ചിലർ. അങ്ങനെ അല്ല, അതിൽ പിന്നെ ടെക്നിക്കൽ വേർഡാണ് ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്നൊക്കെ കേട്ടില്ല നിങ്ങൾ? അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റിൻ്റെ നമ്മൾക്ക് എങ്ങനെയാണ് അതിൻ്റെ വിഷ്വൽ എങ്ങനെ നെറ്റിൽ. ഇതിപ്പോൾ നമുക്ക് നേരെ ഇവിടെ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് പോവാം. സോറി, പബ്ലിഷ് നിന്ന് ബട്ടൺ നോക്കിയിട്ട് പബ്ലിഷ് എടുത്തു കഴിഞ്ഞാൽ ഇത് ലൈവിൽ പോകും. നിങ്ങൾക്ക് ഈ ലിങ്ക് എവർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാം. അവർക്ക് അവരുടെ ഫോണിലോ ടാബിലോ സിസ്റ്റത്തിലോ എന്തിൽ വേണമെങ്കിലും ഈ ലിങ്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കാം. അതോടെ അപ്ഡേറ്റ് ചെയ്തോളൂ. ഇവിടെ കണ്ടോ, നിങ്ങൾ കണ്ടോ? ഓക്കെ, കോപ്പി ലിങ്ക് ഇവിടെ കൊടുത്തു, കോപ്പിയിടാണ്. ഇതൊരു എന്താണ്, CTA ബട്ടനാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പബ്ലിഷ്ഡ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ വിൻഡോ അവിടെ ക്ലോസ് ആയിപ്പോവും. ന്യൂ ടാബ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക. The magic will happen right now. See. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു വെബ്സൈറ്റ്സിൻ്റെ ലേഔട്ട്. എങ്ങനെയുണ്ട്? നമ്മൾ 2 മിനിറ്റ് കൊണ്ട് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത്. ഇവിടെ കണ്ടോ, ഫേസ്ബുക്കിൻ്റെ ബട്ടൺ ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ബട്ടൺ ഉണ്ട്, യൂട്യൂബിൻ്റെ ബട്ടൺ ഉണ്ട്, ഹോം പേജ്. ഇവിടെ ഹോം പേജിൽ നോക്കി കഴിഞ്ഞാൽ നേരെ ഹോം പേജിലോട്ട് പോരും. ഇപ്പോൾ ഇത് പോകാത്ത ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതാണ് യൂസർ ഇൻ്റർഫേസ്. ഓക്കെ, ഒരു സൈറ്റ് നിങ്ങൾ ലിങ്ക് ആർക്കെങ്കിലൊക്കെ അയച്ചു വെക്കുമ്പോൾ അവൻ്റെ വെബ് ബ്രൗസറിൽ ആദ്യം കാണുന്ന സംഭവങ്ങൾ. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്നത് സംഭവിക്കണം. അതാണ് ബാക്ക് എൻഡ്. അത് നമുക്ക് പിന്നെ ഇതിൽ സബ്ഫേസ് എന്ന് പറഞ്ഞൊരു ഇൻ്റർഫേസ് ഉണ്ട്. അതല്ലാതെ വേറെ ഇൻ്റർഫേസ് ഉണ്ട്. കണക്ട് സബ്ഫേസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാൻ കാണിച്ചു തരാം. എങ്ങനെ സംഭവം എന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നോർമലി നമ്മൾ ഇത്രയും പിടിക്കാം. ഇനിയിപ്പോൾ ഞാനിതിൽ ചെറിയൊരു കാര്യം നമുക്ക് കാണിച്ചു തരാം. ചെറുതല്ല, നമുക്ക് ഡേ ബൈ ഡേ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് കാണാം. ഇത് ആദ്യം ഇങ്ങനെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഞാൻ പഠിച്ചൊരു ടൈമിലൊക്കെ ആണെങ്കിൽ 2008 2006 ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 1 month 2 months സ്ട്രഗിൾ ചെയ്യണം. മനസ്സിലായോ? ഇത്രയും ലൈവ് റിവ്യൂസ് കാണുന്നുണ്ടെങ്കിൽ സ്ട്രഗിൾ ചെയ്യണം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇപ്പുറത്ത് ലൈവ് കണ്ടുകൊണ്ട് നമുക്ക് ഇപ്പുറത്ത് എന്ത് ചെയ്യാം, കോഡ് ചെയ്താൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നമുക്ക് കമാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ഡെസ്റ്റിനേഷൻസിൽ പോവുകയാണ്. അപ്പോൾ ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് തരാം. നമ്മൾ ഡാർക്ക് മോഡ് ലൈറ്റ് മോഡും ചെക്ക് ചെയ്യാം. ഓക്കെ, അതും കൂടി ചെക്ക് ചെയ്യാം. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ChatGPT പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഡാർക്ക് മോഡിലോട്ട് വന്നപ്പോൾ കംപ്ലീറ്റ്ലി ഇവിടെ ഓറഞ്ച് എന്നുള്ളത് ഒരു ബ്ലൂയിലോട്ട് മാറി. ഓക്കെ, ലൈക്ക് ഒരു നേവി ബ്ലൂയിലോട്ട് മാറിയിട്ടുണ്ട്. ഒരു ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുകയാണ്. ഇത് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടൺ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് മെയിൽ വരണം, അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് വെച്ച് കണക്ട് ചെയ്യണം. ഇത് ടോപ്പ് ഡെസ്റ്റിനേഷൻസ്, കരിയർ, അബൌട്ടേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ സ്ക്രോളിങ് ടൈമൊക്കെ കണ്ടോ നിങ്ങൾ? അപ്പോൾ ഏകദേശം ഞാൻ ഇവിടെ റീഫ്രഷ് ചെയ്യാണ്. ഇത്ര ടൈമുകളുണ്ടോ? ടൈമൊക്കെ കണ്ടില്ലേ? നമുക്ക് ഈ വെബ്സൈറ്റിൽ ജെന്യുവിനാണോ നോക്കണ്ടേ? അതിന് നമുക്കൊരു മാർഗമുണ്ട്, കാണിച്ചു തരാം. ജസ്റ്റ് GT മെട്രിക്സ് എന്ന് പറഞ്ഞു ടൈപ്പ് ചെയ്യുക. ഓക്കെ,
സോറി എനിക്ക് പിന്നെ ഇതിൽ രണ്ട് ഇതും ഫ്രീ ആണ്, ഒക്കെ ഫ്രീ വെർഷൻ ആട്ടോ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ 2 ലിങ്ക് മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പുതിയതായിട്ട് സൈൻ ഇൻ ചെയ്യണം. ഇവിടെ പുതിയൊരു അക്കൗണ്ട് എടുത്ത് സൈൻ ഇൻ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് സൈൻ ചെയ്യാം, ലോഗൗട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യണം. ഓൾറെഡി എനിക്ക് 2-3 അക്കൗണ്ട് ഉണ്ട് തോന്നുന്നത്. ഇത് ഞാൻ കോപ്പി ചെയ്തു. കോപ്പി ചെയ്യാൻ അറിയാമല്ലോ അല്ലേ? ഇനി അറിഞ്ഞില്ലെങ്കിൽ Ctrl+C നിൽക്കാൻ മതി കേട്ടോ. ജസ്റ്റ് നമ്മൾ GT Matrixലോട്ട് പോയി നമ്മൾ എന്ത് ചെയ്യണം, ഇതോടെ പേസ്റ്റ് ചെയ്യണം. നമ്മളെ പുതിയ സൈറ്റിൻ്റെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ സൈറ്റ് ലൈവിലുണ്ടോ എന്ന് GT Matrix എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു പിന്നെ SM പ്ലാറ്റ്ഫോമാണ്, സെർച്ച് എഞ്ചിൻ മാനേജ്മെൻറ്റ് എന്ന് പറയും. അതായത് നമ്മളെ വെബ്സൈറ്റ്സിന് എന്തെങ്കിലും കുറവുകളുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ, എവിടെയെങ്കിലും ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടോ, നമ്മൾ ചെയ്തതിൽ എവിടെയെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടോ എന്നൊക്കെ കംപ്ലീറ്റ് റിപ്പോർട്ട് തരും. എത്രയാണ് ഇതിൻ്റെ റാങ്കിങ്, വെബ്സൈറ്റ് ഏതൊക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്ട്, കോപ്പറേറ്റ് ഇഷ്യൂസ് കൺസിഡർ ചെയ്യാണ്ട്, അങ്ങനത്തെ കുറേ. അപ്പോൾ നോക്കിയേ 100% GT Matrixൽ A ഗ്രേഡിൽ 100% പെർഫോമൻസ് സ്ട്രക്ചേഴ്സ്. ഇത് നമ്മൾ നോർമൽ കോഡ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഈ ഒരു A ഗ്രേഡ് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു സ്ട്രഗിൾ തന്നെയാണ്. അത് കോഡേഴ്സിന് അറിയാം, വെബ്സൈറ്റ് വെബ് ബിൽഡേഴ്സിന് അറിയാം. പക്ഷേ ഈ സംഭവം നമുക്ക് ഇത്രയും പക്കയായിട്ട് അല്ലെങ്കിൽ ഇത്രയും ജെന്യൂനാലിറ്റി ആയിട്ട് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് AI കൊണ്ടേ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ നോർമൽ പീപ്പിൾസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ല, പക്ഷെ എന്തിനാ അത്ര ടൈം കൊടുക്കുന്നത്? നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് ഇത് ചെയ്തൂടെ? നമുക്ക് ആർക്ക് വേണമെങ്കിലും പബ്ലിഷ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കസ്റ്റംസ് ഡൊമൈൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഡൊമൈൻസിലോട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇത് കണ്ടില്ലേ, ഇതിലൊരു എക്സ്റ്റൻഷൻസ് ഉണ്ട്, lovable.ai എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഡെസ്റ്റിനേഷനിൽ. ഇത് നമുക്ക് മാറ്റിയിട്ട് നിങ്ങളെ സ്വന്തം ഡൊമൈനിലോട്ട് ഈ വെബ്സൈറ്റ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നേരെ പോയി പബ്ലിഷിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കസ്റ്റം ഡൊമൈൻസ് കണ്ടോ, ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവർ പ്ലാൻ ചോദിക്കും. ഇപ്പോൾ ഡൊമൈൻ നമ്മൾ കണക്റ്റഡ് ഡൊമൈൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ബൈ ഡൊമൈൻ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻസ് ആൻഡ് ബില്ലിങ്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാൻസ് ആൻഡ് ബില്ലിംഗ് ഉണ്ടോ, $25 per month. ഇവിടെയാണ് നമുക്ക് കസ്റ്റം ഡൊമൈൻസ് കൊടുക്കാൻ വേണ്ടി പറ്റുക. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഡൊമൈൻസ് നമുക്ക് ഇഷ്ടമുള്ള പേരിൽ നമുക്ക് കൊടുക്കാം. കാരണം ഡൊമൈൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ലവബിൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി SEOയിൽ മുന്നിൽ നിൽക്കുന്ന സംഭവമാണ്, AI വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെ ഡൊമൈൻ വെച്ച് ചെയ്യുന്നതാണ് കൂടുതലും കൂടി ബെറ്റർ. ഓക്കെ, ഞാൻ കുറച്ച് ടൈമായി തോന്നുന്നു, എന്നാലും ഓക്കെ, ഇതൊരു നല്ലൊരു നോളജ് അല്ലേ. നോക്കിയാൽ നിങ്ങൾ ഇവിടെ ആനിമേഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്ന നോക്കിയാൽ, ടൈറ്റിൽ ബാർസിലൊക്കെ ആനിമേഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്ന നോക്കി. നമ്മൾ അടിപൊളി ഓൾറെഡി ലോഗോ ക്രിയേറ്റ് ഉണ്ട്, അതിന് അടിപൊളി കളേഴ്സ് കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ മാതിരി നമുക്ക് ChatGPT പ്രിഫർ ചെയ്ത കളറ് ChatGPTയിൽ പോയാൽ കാണാം. കളറിൽ സ്കൈ ബ്ലൂ ആണ് കളർ ഓറഞ്ച്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ വന്നില്ലേ. അപ്പോൾ ഇനി നമുക്ക് എഡിറ്റിംഗ്, ഇത് നമുക്ക് നോർമൽ ഇൻട്രാക്ഷൻസ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനിനി എക്സ്പ്ലോറേഷൻ, ഇവിടെ ബുക്ക് നൗ എന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുക്കുമ്പോൾ ഇവിടെ ഉണ്ടോ, നമ്മളൊരു ഫോം ഓൾറെഡി അവർ പിക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ ഡീറ്റെയിൽസ്. ഇനി സബ്മിറ്റ് ബുക്ക് റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അക്കൗണ്ടിലോട്ട് വരണം. അതിനാണ് നമ്മൾ ബാക്ക് എൻഡ് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഈ ഓറഞ്ച് മാറ്റിയിട്ട് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇവിടെ 5 ക്രെഡിറ്റ്സ് ആണ് നമുക്കുള്ളത്. അതിനാണ് ഇനി പ്രോംപ്റ്റ് ഇത്രയും പക്കായിട്ട് എഴുതുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും ക്രിയേറ്റ് ചെയ്ത് വരില്ല, ഇത്രയും പേജസ് വരില്ല. ചിലപ്പോൾ ഒരു ഹോം പേജ് മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ പേജ് മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ ബ്ലോഗ് പേജ് മാത്രമേ വരുള്ളൂ, അതല്ലെങ്കിൽ ഇയറിലെ ഹെഡിങ്സ് മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ നമ്മൾ സഹായിച്ചാരാ, ChatGPT ആണ്. അപ്പോൾ കംപ്ലീറ്റ്ലി AI ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഞാൻ ഓക്കെ, നമുക്ക് ഈ കളർ നമുക്ക് ഇവിടെ ഒരു താല്പര്യമില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ നേരെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ പ്രോംപ്റ്റ് ചെയ്തതിൽ ഇവിടെ സൈഡ് ബാറിൽ പോയിട്ട് ഇവിടെ ഇതാക്കണം, നേരെ പോയിട്ട് അറ്റാച്ച് എന്ന് പറഞ്ഞ സംഭവം അവിടെ നമ്മൾ ഇത് കൊടുക്കുക, നമ്മൾ പ്രിവ്യൂസ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ പ്രോംപ്റ്റ് ചെയ്താം. ഇനി നമുക്ക് ChatGPTയിൽ പ്രോംപ്റ്റ് ചെയ്തണ്ട, പ്ലീസ് ചേഞ്ച് ദ കളർ from orange to
a dark color. So the text should be more visible to my clients. അപ്പോൾ whenever they go through my site, through my website. ഓക്കെ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ജസ്റ്റ് ഈ കളർ ചേഞ്ച് ചെയ്തിട്ട് വേറെ കളർ, കാരണം ഇവിടെ കുറേ എന്താ പറയുക, നമുക്ക് റീഡ് ചെയ്യുമ്പോൾ ഒരു ഇടങ്ങേറ്, ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ മഞ്ഞ. ഓക്കെ, നമ്മൾ ലെവലിനോട് പറയാണ് ഇന്ന കാര്യങ്ങൾ അവിടെ ചേഞ്ച് ചെയ്യണം. I can see from the screenshot that there are orange, yellow color text elements that are hard to read. Let me change the text color to dark color for better visibility and readability. How? Let me see. നമുക്ക് നമ്മളെ കോഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, ഇങ്ങനെ നിങ്ങൾക്ക് കോഡിങ്ങും പഠിക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിലിപ്പോൾ എത്ര പിന്നെ എന്താ പറയുക ഫയൽസ് ആണുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇൻഡെക്സ് ഡോട്ട് എന്ന് പറഞ്ഞ ഫയൽസ് ഉണ്ട്. ഇവിടെയാണ് കംപ്ലീറ്റ്ലി ഇൻഡെക്സ് ചെയ്ത് നമ്മളെ വെബ്സൈറ്റിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻസ് മൊത്തം ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇതെങ്ങനെ വരണം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എവിടെയൊക്കെ വരണം, ഇതിന് എന്തൊക്കെ ആവണം, ഡാർക്ക് മോഡിൽ എന്തൊക്കെ ചേഞ്ച് ചെയ്യണം, ഫോർഗ്രൗണ്ട് എന്തൊക്കെയാണ്, ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെ ചേഞ്ച് ചെയ്യണം, സെക്കൻഡറി കളർ ഏതൊക്കെ വേണം, ബോർഡർ എന്തൊക്കെ വേണം, സൈഡ് ബാർ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഇപ്പോൾ സൈഡിലുള്ള ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ ഇങ്ങനെയുള്ള കംപ്ലീറ്റ്ലി ചെയ്യുന്ന ഇൻഡെക്സ്. എല്ലാ വെബ്സൈറ്റ്സും ഇൻഡെക്സ് പേജ് ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ബുക്കിംഗ് എന്നുള്ള പേജാണ് അടുത്തത്. സോഴ്സിൽ പേജസിലോട്ട് ബുക്കിംഗ് എന്നുള്ള പേജസിൽ അവിടെ എന്തൊക്കെ വരണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത്. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബുക്കിംഗ് പേജിലുണ്ട് അവിടെ. പക്ഷെ ഇതിങ്ങനെ വാരിയൽ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആവും. പക്ഷേ ഇതിലൊന്നുമില്ല. നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു കോഡ് അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നത്. കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ എഴുതിയ കംപ്ലീറ്റ്ലി സ്ട്രക്ചേഴ്സ് ഇത് റീഡിഫൈൻ ചെയ്യും. ഇപ്പോൾ എന്തായി, ഓറഞ്ച് കളർ മാറി വേറൊരു കളറായിട്ട് മാറും. നോക്കിക്കോളെ, the text should be much more visible. Your update text color through the rows, dark color and gray for the right. For dark mode, color applied, effect book the text. കൂടെ ടൈപ്പ് ചെയ്ത് നോക്കാം, റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നേരത്തെ പിന്നെ കണ്ടോ ഇവിടെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ മാറിയില്ല അല്ലേ? ഇല്ല, ബാക്ക്ഗ്രൗണ്ട് കളർ ടു സം അതർ കളർ, കളർ ലൈക്ക് dark red. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് അവിടെ മാറ്റം വരുന്നത്. അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തരുമല്ലോ, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞ സംഭവം അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ ഡീറ്റെയിൽഡ് ഒരു പ്രോംപ്റ്റ് എഴുതാനും പഠിക്കണം. അതെങ്ങനെയാണ് പ്രോംപ്റ്റ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത സെക്ഷൻസിൽ ഓരോ സെക്ഷൻസ് ആയിട്ടിടും. പിന്നെ നെക്സ്റ്റ് സെക്ഷൻസിൽ ചിലപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി അല്ല വരിക. അപ്പോൾ ഒരുപാട് സ്കിൽസുകളുണ്ട്, ഇങ്ങനെ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഈ വീഡിയോസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ കണ്ടോ,
ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഏകദേശം ആ ഓറഞ്ചിൽ നിന്ന് ഒരു ഡാർക്ക് കളറിലോട്ട് ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കൂടുതൽ വിസിബിലിറ്റി വന്നു, അപ്പോൾ കൂടുതൽ ലുക്കിംഗ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ. ആനിമേഷൻസ് ഒക്കെ ഓൾറെഡി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 10 days ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ 7 days അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ഈ ടെക്സ്റ്റ് ഇവിടെ ഒരു പിന്നെ വൈറ്റിലാണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാർക്ക് മോഡ് മാറ്റി ലൈറ്റ് മോഡിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു മോഡായിട്ട് ആണോ ഇപ്പോൾ കുറച്ചും കൂടി വിസിബിളാണ് 7 days അവഞ്ചേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെപ്പ് അതിനാണ് നമുക്ക് ഈ 5 credits ഒരു ദിവസം ഇത്ര ക്രെഡിറ്റ്സ് വരുന്ന സംഭവം ഇതിനാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആഴ്ച കൊണ്ട് വെബ്സൈറ്റ് ഇതിൽ നല്ല കംപ്ലീറ്റ്ലി സ്റ്റണ്ടിങ് വെബ്സൈറ്റ്സ് ഇതിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റ് നോർമലി പ്രിപ്പയർ ചെയ്തൊരു വെബ്സൈറ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി ഉണ്ടാക്കിയാണ് ടെസ്റ്റ് ഈസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കേട്ടോ. ഈ വെബ്സൈറ്റ് ഞാൻ കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്ത് ഇതിലൂടെയാണ്. ഇതിൽ അവനക്ക് ഓർഡർ പോകും, ഇവിടെ ഓർഡർ വാട്സപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവനക്ക് ഓർഡർ പോകും. എക്സ്പ്ലോർ പിക്കിൾസ് പോയി കഴിഞ്ഞാൽ ഏതൊക്കെ പിക്കിൾസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, മേക്ക് ചെയ്യുന്നത് എന്നുള്ള സെക്ഷനിലോട്ട് പോകും. എല്ലാ സെക്ഷനും കണ്ടോ ഒരു സംഭവമൊക്കെ ഇതിലൂടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വരുന്നുണ്ട്. എവിടെയാണ് ലാസ്റ്റ് ക്ലിക്ക് ചെയ്തത് അത് അവിടെ പോയി നിൽക്കും. ഓക്കെ, ഇവിടെയാണ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിൻ്റർ അവിടെ പോയി നിൽക്കും. അല്ല ഇപ്പോൾ കറക്റ്റ് ഗൂഗിൾ മാപ്പ് എല്ലാ കാര്യങ്ങളും ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് അവൻ്റെ ലൊക്കേഷൻസ്, എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത് നമുക്ക് കറക്റ്റ് വ്യൂ ലാർജ് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ അവൻ്റെ ലൊക്കേഷൻ വരും. മണിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവനുള്ളത്. ഓക്കെ, അവിടെയാണ് അവൻ്റെ സ്വദേശം. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് മേക്ക് ചെയ്തത് ഈ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസ് വേണമെങ്കിൽ ഇവിടെ ചാറ്റ് ഓൺ വെബ്സൈറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവനക്ക് ഡയറക്റ്റ് അവിടെ പോകും, അവനക്ക് മെസ്സേജ് പോകും. ഓക്കെ, ഇതാണ് അവൻ്റെ അക്കൗണ്ട് ടെസ്റ്റ് ഈറ്റ്സ് എന്ന് പറഞ്ഞുള്ള അക്കൗണ്ട്സ് ഇതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിതിൽ ബിൽഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് എൻഡ്. ഇത് നമ്മൾ കോൾ ടു ആക്ഷൻസ് ബട്ടൺ എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വാട്സപ്പിനോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ പിന്നെ പ്രോംപ്റ്റ് വഴിയാണ് ചെയ്തിട്ടുള്ളത്, കോഡിങ് വഴി അല്ല ചെയ്തിട്ടുള്ളത്. കോഡ് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല, എന്നാലും കൂടുതലായിട്ട് പ്രോംപ്റ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പ്രൊഡക്ട്സിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതാക്കുക, കാർട്ടിലോട്ട് കൊടുക്കുക. ലൈക്ക് ഉണ്ടോ ഒരു ആമസോൺ വെബ്സൈറ്റുമായി വർക്ക് ചെയ്യും. ഏത് വേണമെങ്കിൽ കാർട്ടിലോട്ട് ആഡ് ചെയ്ത് ഇവിടെ നമുക്ക് കാർട്ടിൽ ബില്ല് ചെയ്യാം. ഇത്ര പ്രൈസ് ഉണ്ട്, ബൈ ഡയറക്റ്റ്ലി ഫ്രം ഹിം. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവനക്ക് നിങ്ങൾ യൂസ് ചെയ്ത കംപ്ലീറ്റ്ലി മെസ്സേജ് അവനക്ക് പോവും. അങ്ങനെ ഓർഡർ ചെയ്ത എല്ലാ കാര്യങ്ങളും അവനക്ക് പോവും. അവന് ഓൺലൈൻ പേയ്മെൻറ്റ് വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇതിങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ഓൺലൈൻ പേയ്മെൻറ്റിൽ കുറച്ച് റിസ്ക്കുകളുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വെക്കാം, അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് വെക്കാം. ഇപ്പം ഞാൻ കാണിച്ചു തരാം ഏകദേശം. ഇപ്പം ഞാൻ നോക്കട്ടെ, ജിമെയിലിൽ ജിമെയിൽ ഓപ്പൺ ചെയ്ത് ഇവിടെ ഞാൻ അവൻ്റെ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്ത് ഇവിടെ എനിക്ക് പിന്നെ ആ ഓർഡർ വന്നിട്ടുണ്ടാവും കണ്ടോ. ഇപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഓർഡർ അവനക്ക് കംപ്ലീറ്റ്ലി ഏതൊക്കെ ഇതാണ്, ഇത്ര ക്വാണ്ടിറ്റി, ഏത് പിക്കിളാണ്, ഏത് വേരിയേഷൻ പിക്കിൾസാണ് ഞാൻ സെലക്ട് ചെയ്തത്, അതിൻ്റെ എമൗണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൊരു കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ എനിക്ക് പോകേണ്ട. നമുക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാം. ആ ഒരു രീതിക്കാണ് ആക്കിയത്. കാരണം പുറത്തുള്ള ഓവർസീസ് ക്ലയൻസിന് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്ത്. പിന്നെ പേയ്മെൻറ്റ് ഇൻറ്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അവനത് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഏത് ടൈമിൽ വേണമെങ്കിലും എനിക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സ്റ്റണ്ടിങ് വെബ്സൈറ്റ് ഞാൻ അവനക്ക് കൊടുത്തത് ഒരാഴ്ച കൊണ്ടാണ്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ എല്ലാ സംഭവങ്ങളും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതിന്. ഇവിടെ അവൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിലോട്ട് പോകും, ഇവിടെ നോക്കി കഴിഞ്ഞു കണ്ടോ. ഇതാണ് ആള്, കക്ഷി ഇതാണ്, അവനക്ക് വേണ്ടിയിട്ടാണ് ചെയ്തു കൊടുത്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്താ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 31 വയസ്സുണ്ട് എനിക്ക്. ഓക്കെ, 93 ബോണാണ്.
അപ്പോൾ ഞാൻ ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. അങ്ങനെ സാധാരണ ഒരാൾക്ക് മനസ്സിലാവും ഒരു കോഡൊക്കെ എഴുതിയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഒരു മാനസിക സംഘർഷം, എങ്ങനെ അവനക്കുള്ള ഡിപ്രഷൻസ് കാര്യങ്ങൾ, അവൻ്റെ ടൈംസിൻ്റെ കൺസ്യൂമൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വേറെ ഫീലിംഗ് ആണ്. 2 മിനിറ്റ് കൊണ്ട് വെബ്സൈറ്റ് കാണാം, എവിടെ ഏത് പോർഷനിൽ വേണം എനിക്ക് എഡിറ്റ് ചെയ്യാം. ഇനി ഇത് ഇൻസ്പെക്ട് ചെയ്ത് ഡയറക്റ്റ്ലി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോഗ്രാമിങ് കുറച്ച് പ്രൊഫഷണലൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഗൂഗിൾ ക്രോമിൽ പോകും. അവിടെ നമുക്ക് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ സംഭവമാണ്. ടാബിൽ ഇത് കിട്ടില്ല, ടാബിൽ ആ ഓപ്ഷൻ കിട്ടില്ല. ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഇൻസ്പെക്ട് പറഞ്ഞ സംഭവമുണ്ട്. ഇൻസ്പെക്ടറിൽ പോയി അവിടെ കോഡ് എഴുതി അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്പീഡപ്പ് ആക്കി വെക്കും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പേരുടെ ജോലികൾ AI കളയും. പക്ഷേ AI എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ജോലി കുറച്ചും കൂടി സിംപ്ലിസിറ്റി ആയി. ഓക്കെ, കുറച്ചും കൂടിയും ടൈം എഫേർട്ട്നെസ്സും അതിനുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയും. അപ്പം നമുക്ക് നൈസ് ആനിമേഷൻസ് ഒക്കെ ഉണ്ട്. ചെറിയൊരു ബബിൾസൊക്കെ നിങ്ങൾക്ക് പോകുന്നത് കാണാം. ഇവിടെ ഉണ്ടോ, ഇവിടെ ടെക്സ്റ്റിന് ഒരു ആനിമേഷൻസ് ഉണ്ട്, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഏതായാലും നമ്മൾ യൂസ് ചെയ്ത പ്ലാറ്റ്ഫോം lovable.ai എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്തത്. ChatGPT ആണ് നമ്മൾ ഫസ്റ്റ് പ്രോംപ്റ്റ് എഴുതിയത്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് പ്രോംപ്റ്റ് വേണമെങ്കിലും ഇവിടെ എഴുതാം. ഇവിടെ ഡാർക്ക് മോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും. എന്ത് പ്രോംപ്റ്റ് വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പോൾ കറക്റ്റ് എങ്ങനെയാണ് ഒരു പ്രോംപ്റ്റ് എഴുതുക, ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ I can suggest you the better way to write a prompt, okay, through various applications like not only ChatGPT and so many. So okay, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു, ബൈ ബൈ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.